ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി നമ്മൾ വർക്കിനായിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞത് ജനറൽ സർവീസ്, പൊല്യൂഷൻ ടെസ്റ്റ്, ഫ്രണ്ട് വെട്ടല പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ നിലവിലാണ് വണ്ടി ഓടിച്ചു നോക്കി. ഫ്രണ്ട് വെട്ടൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ടയറുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. നമുക്ക് അതിൻ്റെ വീൽ ബെയറിങ്ങിനോ അല്ലെങ്കിൽ അലോയ് വീലിനൊന്നും പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് കാണുന്നില്ല. പക്ഷേ നമ്മൾ വണ്ടി ടയർ റൊട്ടേഷൻ ചെയ്ത് അങ്ങനെ നിർത്തിയിട്ട് കറക്കുമ്പോൾ ഫ്രണ്ട് ടയർ ചെറിയൊരു ബബ്ലിങ് ഇതേപോലെ കാണിക്കുന്നുണ്ട്. അത് ടയറുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ്. നമുക്ക് പ്രത്യേകിച്ച് പുറമേ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ടയർ ചിലത് ടയറിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ട് വരും, അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നതുകൊണ്ട് കാണിക്കാറുണ്ട്. അത് നമുക്ക് വേറെ മാറ്റിയിട്ട് നോക്കാതെയൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. വേറെ ബെയറിങ്ങിനോ അതേപോലെ കോൺസെപ്റ്റ് അതേപോലെ വേറെ പ്രശ്നങ്ങളോ അലോയ് വീലിനൊന്നും വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കയറ്റിയതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി. കമ്പനി ലൈനർ കിടക്കണേ, പുതിയ ലൈനറാണ്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ അയച്ച് ഗ്രീസ് ചെയ്തിടാം. ഈ ഹബിനകത്തൊക്കെ അത്യാവശ്യം കുറച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. ബാക്ക് വീൽ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റിൻ്റെ ബൾബ് വർക്കിംഗ് അല്ല, അപ്പോൾ അത് നമ്മൾ ഒന്ന് മാറ്റിയിടുന്നുണ്ട് കേട്ടോ. ബ്രേക്ക് പിടിക്കുമ്പോൾ ലൈറ്റ് തെളിയുന്നില്ല. പാർക്ക് ബൾബുണ്ട്, ഹെഡ് ലൈറ്റ് ഇടുമ്പോൾ ലൈറ്റ് തെളിയും, പക്ഷേ ബ്രേക്ക് കഴിയുമ്പോൾ ലൈറ്റ് തെളിയില്ല. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടാം. പിന്നെ ഇൻഡിക്കേറ്റർ, ഈ സൈഡ് ഇൻഡിക്കേറ്റർ ചില സമയങ്ങളിൽ തെളിയാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് മൊത്തത്തിൽ പൊട്ടിയിട്ട് ഈ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട് കണ്ടോ. അത് പൊട്ടിച്ചൊക്കെ വെച്ചേക്കാനാണ്. അപ്പോൾ നമുക്കത് അഴിച്ച് ചെയ്യൽ നടക്കില്ല കേട്ടോ. തെളിയുന്നുണ്ട്, ചില സമയങ്ങളിൽ തെളിയും, പ്രശ്നമില്ല. ഇടയ്ക്കൊന്ന് 2 പ്രാവശ്യം തെളിയാൻ ഒരു ബുദ്ധിമുട്ട് പോലെ കാണിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത്. പിന്നെ അതേപോലെ നമുക്ക് ഈ സൈഡ് വരുമ്പോൾ ബാറ്ററിയൊക്കെ ചെക്ക് ചെയ്തു. ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററി 2025 ബാറ്ററിയാണ് കേട്ടോ. വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഓയിൽ ലെവൽ തീരെ കുറവാണ്. ആ ഉള്ള ഓയിലാണെങ്കിൽ തീരെ മോശം. അപ്പോൾ മൈന്യൂട്ടായിട്ട് എനിക്ക് തോന്നുന്നു ഓയിൽ കയറി കത്തേണ്ടോ എന്നൊരു സംശയമുണ്ട്. സ്വാഭാവികമായിട്ട് ഇത്രയും ലെവൽ കുറഞ്ഞു പോകുമ്പോൾ നമുക്കത് ഇടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓയിലൊക്കെ ഇപ്പോൾ എന്തെങ്കിലും മാറ്റണം. ഈ ഓയിലിനകത്തേക്ക് പുതിയൊരു മിക്സ് ചെയ്ത് നടക്കില്ല. അപ്പോൾ ഓയിൽ എന്തെങ്കിലും മാറ്റണം. അതിന് ശേഷം ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്യണം, എത്രത്തോളം കുറയുന്നുണ്ടെന്നുള്ള ദിവസം നോക്കണം. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ ഓയിൽ ലെവൽ കുറവായതുകൊണ്ടാവാം. ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് വണ്ടി ഓയിലൊക്കെ മാറ്റി നമ്മൾ ഓടിക്കുന്ന സമയത്ത് പുകയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ പുക നമുക്ക് കാണാനും പറ്റും. അപ്പോൾ അതൊന്ന് ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്ററൊക്കെയാണ്. അപ്പോൾ മീറ്റർ വർക്കിംഗ്, സ്പീഡോ മീറ്റർ വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് നമുക്ക് എത്ര കിലോമീറ്ററാണ് മാറ്റിയേക്കണേ, വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ കയറ്റിയിട്ട് നിർബന്ധമായിട്ട് ഓയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോണം കേട്ടോ. അപ്പോൾ തീരെ ലെവൽ കുറവാണ്. അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ എൻജിൻ മേജർ കംപ്ലയിൻറ്റിലേക്കൊക്കെ പോകും. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വീൽ ബെയറിങ്ങിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറിൻ്റെ ആണ് നമ്മളിപ്പോൾ മെയിൻ സ്റ്റാൻഡും വെച്ചിട്ട് വീല് കറക്കിയിട്ട് സൈഡിൽ നിന്ന് നോക്കി നമുക്ക് മനസ്സിലാവില്ല. കറക്റ്റ് സെൻറ്റർ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം. ഇതിങ്ങനെ ചെറിയൊരു പൊളച്ചിൽ ടയറിൻ്റെ ഭാഗത്ത് കാണിക്കണം. അതാണ് ആ വെട്ടലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ. വേറെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പൊല്യൂഷൻ ടെസ്റ്റൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ.